ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എഞ്ചിൻ ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ ഫുൾ എഞ്ചിൻ അസംബ്ലിംഗ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓയിൽ മുഴുവൻ തീർന്നു പോയതുകൊണ്ട് റിങ്സ് എല്ലാം ജാമായി പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലായിരുന്നു. നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ചേസിസിൽ നിന്നും വേർപെടുത്തി മുഴുവനായി എങ്ങനെ ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ എഞ്ചിൻ അസംബ്ലിങ്ങിൻ്റെ വീഡിയോ സീരീസിലെ പാർട്ട് 6 വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയിൽ ഇന്ന്. ഈ വീഡിയോ സീരീസിലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർ വീഡിയോകളുടെ എല്ലാ ലിങ്കുകളും അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വണ്ടിയുടെ ക്രാങ്ക് ഉൾപ്പെടെ റീസെറ്റ് ചെയ്യുന്നത് കൊണ്ട് പുതിയ സിലിണ്ടർ കിറ്റ് വാങ്ങുന്നതാണ് നിങ്ങളുടെ വണ്ടിക്ക് നല്ലത്. പുതിയ സിലിണ്ടർ കിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് ഏതാണ്ട് പുതിയ വണ്ടിയുടേതുപോലെ ആയിരിക്കും. പഴയ സിലിണ്ടർ റീബോർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ടിയുടെ CC അഥവാ ക്യൂബിക് കപ്പാസിറ്റി കൂടുന്നത് കൊണ്ട് നിങ്ങളുടെ മൈലേജിൽ ഒരല്പം കുറവ് വരുന്നതാണ്. കാര്യമായ പിക്കപ്പിൽ വർധനവ് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഫുൾ എഞ്ചിൻ റീസെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വണ്ടിയുടെ പുതിയ സിലിണ്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും സിലിണ്ടർ റീബോർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. ഒരു പുതിയ സിലിണ്ടർ കിറ്റ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പാർട്ട് 6 വീഡിയോയിൽ നിന്ന്. സിലിണ്ടർ കിറ്റ് വാങ്ങുമ്പോൾ എപ്പോഴും OE അഥവാ ഒറിജിനൽ എക്യുപ്മെൻറ്റ് തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ബോക്സിൻ്റെ അകത്തുള്ള സാധനങ്ങളെപ്പറ്റി ഇതുപോലൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഔട്ടർ കവറിങ്ങിൽ എഴുതിയിട്ടുണ്ടാവും. പുതിയ സിലിണ്ടർ കിറ്റ് വാങ്ങുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ ബോക്സിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സിലിണ്ടർ ബ്ലോക്ക് അഥവാ എൻജിൻ സിലിണ്ടർ ഉൾപ്പെട്ടിട്ടുള്ള ഈ കാണുന്ന നീല കവർ ഓപ്പൺ ചെയ്ത രീതിയിലായിരിക്കരുത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ. ഞാനിത് കടയിൽ വെച്ച് വെരിഫൈ ചെയ്തുകൊണ്ടാണ് നീല കവർ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതാണ് പിസ്റ്റൺ പിൻ. പിസ്റ്റണിനെ കണക്റ്റിംഗ് റോഡിൽ ഉറപ്പിച്ചു നിർത്താനുള്ളതാണിത്. 5 റിങ്ങുകൾ അടങ്ങിയ പിസ്റ്റൺ പിൻ പാക്കേജാണിത്. ഈ റിങ്ങുകളെല്ലാം തന്നെ പെർഫെക്റ്റ് കണ്ടീഷനിൽ അഥവാ ഒടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കടയിൽ വെച്ച് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. റിങ്ങുകളുടെ ഈ പാക്കേജ് ഞാൻ കടയിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്തതാണ്. ഓയിൽ എക്സ്പാൻഡർ റിങ്ങും അതിൻ്റെ ഇരുവശങ്ങളിലും വരുന്ന സപ്പോർട്ട് റിങ്ങും പിന്നെ 2 കംപ്രഷൻ റിങ്ങുകളും ഉൾപ്പെടെ മൊത്തത്തിൽ 5 റിങ്ങുകളാണ് ഉണ്ടാവുന്നത്. ഇനിയുള്ള ഈ പ്ലാസ്റ്റിക് പാക്കിങ്ങിൽ സിലിണ്ടറിൻ്റെ 2 ഗ്യാസ്കറ്റുകളും പിസ്റ്റൺ പിന്നിൻ്റെ 2 ലോക്ക് ക്ലിപ്പുകളുമാണ് ഉണ്ടാവുക. എൻജിൻ സിലിണ്ടർ അഥവാ സിലിണ്ടർ ബ്ലോക്കിൻ്റെ സൈഡുകളിലൊന്നും പൊട്ടലൊന്നും വന്നിട്ടില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. സിലിണ്ടറിനുള്ളിലായി പിസ്റ്റൺ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിസ്റ്റൺ ഇട്ടുവെച്ചിരുന്ന സിലിണ്ടറിൻ്റെ ഉൾഭാഗത്ത് സ്ക്രാച്ചുകളൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഏറ്റവും ആദ്യം എടുത്തു മാറ്റിയ പിസ്റ്റൺ പിന്നിൻ്റെ കണ്ടീഷനും കൂടി നമുക്കിനി വെരിഫൈ ചെയ്യാം. ഇതും പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പിസ്റ്റൺ പിന്നിൻ്റെ ഈ 2 ലോക്ക് ക്ലിപ്പുകൾ കൂടി പെർഫെക്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഈ സിലിണ്ടർ കിറ്റ് ധൈര്യമായി വാങ്ങാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്